എല്ലാവർക്കും നമസ്കാരം. ISRൽ നിന്ന് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ SSC കോൺസ്റ്റബിൾ എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. SSCGയുടെ 10 ഡേയ്സിൻ്റെ പ്രാക്ടീസ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു ദിവസം 100 ക്വസ്റ്റ്യൻസ് വെച്ചാണ്. ടോട്ടലി 1000 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. 740 ഗൂഗിൾ ഷീറ്റ് സെൽഫ് അനലിസിസും 1000 ക്വസ്റ്റ്യൻസ് ടോട്ടലും കറണ്ട് അഫയേഴ്സും ഇൻക്ലൂഡഡ് ആണ്. സോ ഇതിൻ്റെ PDF ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന റിക്രൂട്ട്മെന്റിലേക്ക് 12/5/2026 12 മെയ് 2026 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. വേക്കൻസി വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ്. നമുക്ക് ഓരോ പോസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് നോക്കാം. ലെവൽ 10 സാലറി സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത്. 56,100 മുതൽ 1,77,500 വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ അലവൻസും കാരണം ലഭിക്കുന്നതാണ്. ഒന്നാമത്തെ പോസ്റ്റ് 803 ആണ് പോസ്റ്റ് കോഡ്. BE or BTech in മെക്കാനിക്കൽ ഓർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് or ME or MTech in വെൽഡിംഗ് ടെക്നോളജി ഓർ മെക്കാനിക്കൽ വെൽഡിംഗ് ആൻഡ് ഷീറ്റ് മെറ്റൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. BTechന് 65% മാർക്ക് അല്ലെങ്കിൽ 6.84 CGPA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അടുത്ത 804 പോസ്റ്റ് കോഡ്. BE or BTech in മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ME or MTech in ടെർബോ മെഷീനറി ഓർ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസ് ആൻഡ് ടെർബോ മെഷീനറി ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത പോസ്റ്റ് 805 ആണ് പോസ്റ്റ് കോഡ്. BE or BTech in ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഓർ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. BE or BTechന് 65% മാർക്ക് അല്ലെങ്കിൽ 6.84 CGPA ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത 805 ആണ് പോസ്റ്റ് കോഡ്. BE or BTech in ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ME or MTech in പവർ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത 806 ആണ് പോസ്റ്റ് കോഡ്. BE or BTech in ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഓർ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ME or MTech in RF ആൻഡ് മൈക്രോവേവ് എഞ്ചിനീയറിംഗ്, മൈക്രോവേവ് ആൻഡ് ഒപ്റ്റിക്കൽ എഞ്ചിനീയറിംഗ് ഓർ മൈക്രോവേവ് എഞ്ചിനീയറിംഗ്, മൈക്രോവേവ്സ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പറഞ്ഞിരിക്കുന്ന 65% മാർക്ക് BE or BTech ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ME or MTechന് 60% മാർക്ക് അല്ലെങ്കിൽ 6.5 CGPA അല്ലെങ്കിൽ CPI ഗ്രേഡ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത പോസ്റ്റ് 807 ആണ് പോസ്റ്റ് കോഡ്. BE or BTech in മെറ്റലർജി എഞ്ചിനീയറിംഗ് ഓർ മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് ഓർ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ ടെക്നോളജി, മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 65% മാർക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ 6.84 CGPA ആണ് ചോദിച്ചിരിക്കുന്നത്. 12/5/2026 ആണ് ലാസ്റ്റ് ഡേറ്റ്. 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അണ്ടർ റിസർവ്ഡിന് 33 വയസ്സ് OBCക്ക് 35 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാം. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആപ്ലിക്കേഷൻ 28/4/2026 സ്റ്റാർട്ട് ചെയ്യുന്നത്. 12/5/2026 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്